നമസ്കാരം. ഗ്രാനൈറ്റ് അളവെടുക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള മൂന്നാമത്തെ ടിപ്പ് വീഡിയോ ആണിത്. നമ്മൾ ഗ്രാനൈറ്റ് ലെപ്പോത്തിന് എങ്ങനെ അളക്കണം എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് എങ്ങനെ അളക്കണം നമ്മൾ കണ്ടു. കിച്ചൺ സ്ലാബ് അളക്കുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു. പലപ്പോഴും നമുക്ക് 24 ഇഞ്ചിന് അടുത്തുള്ള 28 29 ഇഞ്ച് വരെ പരമാവധി വീതിയുള്ള കല്ലാണ് നമ്മൾ എപ്പോഴും കഴിവതും ചൂസ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. ഇനി സപ്പോസ് ഒരു കേസിന് നിങ്ങൾ ഒരു കടയിൽ പോയി നിങ്ങൾക്ക് ഒരു കല്ല് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഉദാഹരണത്തിന് ഇത് ഫയർ സ്റ്റോൺ എന്ന് പറയുന്ന എൽക്കൽ എന്ന് വരുന്ന ഒരു മെറ്റീരിയലാണ്. സ്ട്രോങ് ആയിട്ടുള്ള കല്ലാണ്. പക്ഷേ ഇത് പലപ്പോഴും 2 അടിയിൽ കട്ട് ചെയ്ത് കിട്ടുന്നത് വളരെ കുറവാണ്. പ്രത്യേകം പറഞ്ഞ് കട്ട് ചെയ്താൽ മാത്രമേ അവർ 2 അടിയിൽ നമുക്ക് തരുള്ളൂ. ഇതിപ്പോൾ 40 ഇഞ്ചിന്റെ കല്ലാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാൻ പറ്റും, വേസ്റ്റേജ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ തൊട്ട് 24 ഇഞ്ചാണ് നമ്മുടെ സ്ലാബിന്റെ വീതി വരുന്നത്. അതിൽ 2 ഇഞ്ച് നമ്മൾ സാധാരണഗതിയിൽ തള്ളലും കൂടി വെക്കും. അതിലൊരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നമ്മൾ ഡബിളും കൂടി ഒട്ടിക്കാറുണ്ട്. അപ്പോൾ 24 കൂടെ 4 ഇഞ്ച് കൂടെ കൂട്ടി മൊത്തം 28 ഇഞ്ചാണ് നമുക്ക് സ്ലാബ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 12 ഇഞ്ചിന്റെ ബാലൻസ് ആണ് നമുക്ക് ഈ കല്ല് വരുന്നത്. കാരണം ഇത് ടോട്ടൽ 40 ഇഞ്ചാണ് വരുന്നത്. 40 ഇഞ്ച് മൈനസ് 28 ഇഞ്ച് എന്ന് പറയുമ്പോൾ 12 ഇഞ്ച് നമുക്ക് ബാക്കി വന്നു. ഈ 12 ഇഞ്ച് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഈ 12 ഇഞ്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എങ്ങനെ ചെയ്യാം? 12 ഇഞ്ച് എന്നുള്ളത് ഇപ്പോൾ ഇൻ കേസ് 11.5 ഇഞ്ച് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഡബിൾ ഒട്ടിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ച് കുറയ്ക്കാം. അല്ലെങ്കിൽ തള്ളലിൽ നമുക്ക് 1/2 ഇഞ്ച് കുറച്ച്, തള്ളലിലും ഡബിൾ ഒട്ടിക്കുന്നതിൽ 1/2 ഇഞ്ച് വീതം കുറച്ച് കഴിഞ്ഞാൽ 1 ഇഞ്ച് നമുക്ക് അഡീഷണൽ കിട്ടും. അപ്പോൾ ഈ 12 അല്ലെങ്കിൽ 13 ഇഞ്ചോ നമുക്ക് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ചിന്തിക്കണം. 12 ഇഞ്ച് സാധാരണഗതിയിൽ നമുക്ക് ഒറ്റയടിക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല ഏരിയ എന്ന് പറയുന്നത് സ്റ്റെപ്പിലാണ്. ഉദാഹരണത്തിന് നമ്മുടെ സ്റ്റെയറിലേക്ക് പോകുന്ന, മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ ആവാം, വീടിന്റെ ബാക്കിൽ ഇറങ്ങുന്ന പടിക്കെട്ടാവാം. ഇതൊക്കെ പലപ്പോഴും നമ്മൾ 12 ഇഞ്ചിലായിരിക്കും പണിയുന്നത്. 12 ഇഞ്ചിനേക്കാൾ ശകലം കുറച്ചായിരിക്കും നമ്മൾ പണിയുന്നത്. 12 ഇഞ്ചിന്റെ കല്ലായിരിക്കും നമ്മൾ അവിടെ ഇടുക. അപ്പോൾ അവിടെ നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഇൻ കേസ് അവിടെ നമ്മൾ ലെപ്പോത്തിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് എവിടേക്ക് യൂസ് ചെയ്യാം? നമുക്ക് വിൻഡോ സില്ലുകളിൽ യൂസ് ചെയ്യാം. അവിടെ 12 ഇഞ്ച് വരില്ല, പക്ഷേ അത് നമുക്ക് ഏകദേശം ഒരു പകുതി, ഇതിന്റെ പകുതി മതി. നമുക്കൊരു 5 ഇഞ്ചോ 6 ഇഞ്ചിലോ ഒക്കെ ആയിരിക്കും സാധാരണഗതിയുള്ള വിൻഡോസിലാണെങ്കിൽ. വലിയ ബേ വിൻഡോ ഒക്കെ ആണെങ്കിൽ അതിലും കൂടുതൽ വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ ബാത്റൂമിന്റെ പടിക്കെട്ടാവാം, ബാത്റൂമിലേക്ക് കയറുന്നിടത്ത് നമ്മളൊരു ചെറിയൊരു കട്ടലയ്ക്കൊരു ചെറിയൊരു സ്റ്റെപ്പ്